വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന നയം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്ന് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC. വാട്ടർ അതോറിറ്റിയെ ലാഭത്തിലാക്കാനുള്ള പദ്ധതികൾ സർക്കാർ അട്ടിമറിച്ചു. വാട്ടർ അതോറിറ്റിയെ ADBക്ക് പണയപ്പെടുത്തുന്നതിന്റെ ബാധ്യത ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുമെന്നും യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് MM ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ഏറെ വൈകാതെ വാട്ടർ അതോറിറ്റിയെയും KSRTC പോലെ ആക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ 50% തുകയും 25% കേരള സർക്കാരും 15% തദ്ദേശ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താക്കളും എടുത്ത് നടപ്പിലാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതിക്കായി നടത്തിപ്പുകാർ മാത്രമായ വാട്ടർ അതോറിറ്റിയോടെ 8,863 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാമുകൾ ഉൾപ്പെടെ പല മേഖലകളും സർക്കാർ സ്വകാര്യ കമ്പനിക്ക് നൽകി കഴിഞ്ഞു. വാട്ടർ അതോറിറ്റിയെ ലാഭകരമാക്കാനുള്ള പദ്ധതികൾ ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാവും. വാട്ടർ അതോറിറ്റിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകാനുള്ള ബിൽ തുകയായ 1,200 കോടിയോളമാണ് സർക്കാർ നിയമത്തിലൂടെ പിടിച്ചെടുത്തത്. മറ്റു സംസ്ഥാനങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് വൈദ്യുതി ഉപയോഗത്തിന് കാർഷിക നിരക്ക് ഈടാക്കുമ്പോൾ കേരളം വ്യവസായ നിരക്കാണ് ഈടാക്കുന്നത്. ഇതും വാട്ടർ അതോറിറ്റിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കുന്നതാണ്. വാട്ടർ അതോറിറ്റിക്ക് കരാറുകാർക്ക് പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് പല പദ്ധതികളും നിലച്ച മട്ടാണ്. കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്ന സർക്കാർ നയം വാട്ടർ അതോറിറ്റിയെ അപ്പാടെ തകർക്കുന്നതാണ്. ADB ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് ലോൺ എടുത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇടത് നയത്തിന് തന്നെ വിരുദ്ധമാണ്. വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ വിശകലനം ചെയ്യുന്നതിനും പ്രക്ഷോഭത്തിന് രൂപം നൽകാനുമായി ലീഡേഴ്സ് മീറ്റ് 5, 6 തീയതികളിൽ മലമ്പുഴയിൽ നടക്കുമെന്നും MM ജോർജ് പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ ചുമതലയിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ വലിയ ബാധ്യതകളാണ്. എന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് ഇൻഡസ്ട്രി താരിഫാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അഗ്രികൾച്ചർ താരിഫായിരിക്കെ കേരളത്തിൽ മാത്രം ഇൻഡസ്ട്രി താരിഫിലാണ് കേരള വാട്ടർ അതോറിറ്റി നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യപ്പെടുന്നത്. ഗവൺമെന്റ് ഇതിനകത്ത് വാട്ടർ ചാർജ് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. ആ വാട്ടർ ചാർജ് തീരുമാനിക്കുന്നതിലെ കുറവ് ഏതാണ്ട് 24 രൂപ 1000 ലിറ്റർ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെലവാകുന്നത്. അതിന്റെ പകുതിയിൽ തൊട്ടുപോലെയാണ് പൈസ ലഭിക്കുന്നത്. അപ്പൊ ആ കുറവുകൾ ഗവൺമെന്റ് വഹിക്കുമെന്നാണ്. പക്ഷെ നോൺ പ്ലാൻ ഗ്രാന്റ് ഈ വർഷത്തെ തന്നെ നിരവധി കുടിശ്ശിക. ജനറൽ സെക്രട്ടറി ഹസൻ S, KM അനീഷ്, ജില്ലാ പ്രസിഡന്റ് M രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി യൂസഫ് K സുന്ദരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.